ഞങ്ങൾ ഇന്നൊരു യാത്ര പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം വേറൊരു സ്ഥലത്ത് പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ അത് ചില കാര്യങ്ങളുണ്ട് പോയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് വേറൊരു സ്ഥലത്ത് പോകാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പം ഞങ്ങൾ ട്രിവാൻഡ്രത്ത് കോവളത്തും പിന്നെ അതിൻ്റെ അടുത്ത് വേറൊരു സ്ഥലത്തും കൂടെ പോകാനാണ് നമ്മൾ പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാനുണ്ട്, മമ്മിയുണ്ട്, ചിന്നുണ്ട്, പിന്നെ ഞങ്ങൾ വിരുന്ന് കൊണ്ട് വ്ളോഗിൽ കണ്ടവർക്കറിയാം ഞങ്ങൾ ആദ്യം വിരുന്ന ചേട്ടനും ചേച്ചിയുണ്ട്. അപ്പം ഞങ്ങൾ ഇത്രയും പേരും, പിന്നെ ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞങ്ങൾ കാണുന്നൊരു ചേട്ടനാണ്. അപ്പം പുള്ളി ഇപ്പം RTOയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നത് കോവളത്തിന് തൊട്ടടുത്തുള്ളൊരു ഹിഡൻ സ്പോട്ടൊന്നും അല്ല, പക്ഷേ ഞാൻ അധികം ആരും അങ്ങനെ പോയി കണ്ടിട്ടുള്ളതൊരു സ്ഥലം. പക്ഷേ ഈ റീസെൻ്റ്ലിയാണ് അത് കുറച്ചും കൂടെ ഫേമസ് ഒക്കെ ആയത്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ട്രിവാൻഡ്രത്ത് എല്ലാവരും പറഞ്ഞത് കോവളമാണ്. കോവളത്തുനിന്ന് കുറച്ച് താഴെയാണ് ഈ ഒരു സ്ഥലമെന്ന് പറയുന്നത്. വളരെ അടുത്ത് തന്നെയാണ്. കാറിൽ വരാണെങ്കിൽ കുറച്ച് ദൂരമുള്ളൂ കോവളത്തുനിന്ന്, അല്ലാതെ പോകുകയാണെങ്കിൽ ഈസി ആയിട്ട് പോകാം. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് അവിടത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പം ഈ ഒരു വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ബീച്ച് ഏരിയയാണ്. അപ്പം അവിടെ ഒരു ആയുർവേദ സ്പായും കാര്യങ്ങളും ഉണ്ട്, പിന്നെ റിസോർട്ട്സും അതൊക്കെ അവിടെ തന്നെയുണ്ട്. അപ്പം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ബീച്ചിലോട്ട് കയറുകയാണ്. അപ്പം എല്ലാവരും പെട്ടെന്ന് സഡനായിട്ട് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. അപ്പം നിങ്ങൾക്കും ഇതേപോലെ ഒരു പെട്ടെന്നൊരു സഡൻ ട്രിപ്പിലേക്ക് പ്ലാൻ ചെയ്ത് ഇവിടെ വരാം. ഇത് നമ്മുടെ സമുദ്ര ബീച്ച് പാർക്കിൻ്റെ നേരെ ബാക്കിലാണ് ഇത് വരുന്നത്. സമുദ്ര ബീച്ച് പാർക്കിൻ്റെ ബാക്കിലത്തുള്ള ബീച്ചാണ് ഇത്. ആ കാണുന്നത് ലീല ഹോട്ടലാണ്. അപ്പം നിങ്ങൾക്ക് കോവളം ബീച്ചും എത്ര അടുത്താണെന്നറിയാം. അപ്പം നമ്മൾ ഇതേയായി കാണുന്ന ലീലയുടെ തൊട്ടിപ്പുറത്തുള്ള ബീച്ചിലാണ് നമ്മൾ നിൽക്കുന്നത്. കോവളത്തെ പോലെ അത്രയും ക്രൗഡഡ് അല്ല, വളരെ സൈലൻ്റായിട്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പം ഞങ്ങളെല്ലാം ആവശ്യത്തിന് പോയി അടിച്ചു പൊളിച്ചു. ഈ കുഞ്ഞു മക്കളാണ്. നമ്മൾ പണ്ട് കടപ്പുറത്ത് പോകുമ്പോഴത്തേനും ഈ മണ്ണ് വാരി കളിച്ച് വീടുണ്ടാക്കുന്ന കളി വീടുണ്ടാക്കുന്ന വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ. ബാക്കി എല്ലാവരും നിൽക്കുന്ന എല്ലാവരും ഇതേപോലെ കളിച്ചവരായിരിക്കും. അപ്പോൾ ഇതിനിടയിൽ ചിന്നുവിൻ്റെ ചെരുപ്പൊക്കെ വെള്ളത്തിൽ കാണാതെ പോയി, അതൊക്കെ നമ്മൾ പോയി തപ്പിയെടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കുറേ പേര് വീഡിയോ എടുക്കുന്ന തിരക്കിൽ, ബാക്കി കുഞ്ഞു മക്കളൊക്കെ ഈ തിരയിൽ അല്ലെങ്കിൽ മണ്ണിൽ കളിക്കുന്നു. അപ്പം വലിയവരും അതേപോലെ തന്നെ തിരയിൽ കളിക്കുന്ന തിരക്കിലാണ്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഈ ഒരു ബീച്ച് ഏരിയ. അത്രയും ക്രൗഡല്ല, അതാണ് ഏറ്റവും പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞത്. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ളൊരു ബീച്ച് ഏരിയ. കോവളം എന്ന് പറയുമ്പോൾ ഭയങ്കര ക്രൗഡഡ് അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതങ്ങനെയല്ല, നല്ല സൈലൻ്റ് ആയിട്ടുള്ള ബീച്ച് ഏരിയയാണ്. നമുക്ക് ഫോട്ടോസ് എടുക്കാനൊക്കെ ആയാലും നല്ലൊരു സ്പേസ് തന്നെയാണ്. അപ്പം നല്ലൊരു ഗോൾഡൻ സൺസെറ്റാണ് നമുക്ക് കിട്ടിയത്. അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മുടെ സൺറൈസും സൺസെറ്റും ഒക്കെ എത്ര ഭംഗിയായിട്ട് നമ്മുടെ എന്താ പറയുക വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനിക്ക് തന്നെയാണ് സൺറൈസും സൺസെറ്റും ഒന്നുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ സമുദ്ര ബീച്ച് പാർക്കിലേക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നാൽ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യം പോലെ ഇഷ്ടമുള്ള ഫുഡൊക്കെ നമുക്ക് ഓർഡർ ചെയ്ത് ഇങ്ങനെ വ്യൂവിൽ നോക്കി ഇരുന്ന് ഫുഡ് കഴിക്കുക ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരുപാട് പേര് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ ഇത്രയും കണ്ടിട്ട് ഞങ്ങൾ നേരെ സമുദ്ര ബീച്ച് പാർക്കിലേക്ക് പോകും. നമ്മൾ ആദ്യം പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. ഇതാണ് നമ്മൾ വരുന്ന വഴിക്കാണ് സമുദ്ര ബീച്ച് പാർക്ക്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ബാക്കിലാണ് ആ ബീച്ച് വരുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടത്തേക്ക് ആദ്യം പോയിട്ട് പിന്നെ വന്ന് സമുദ്ര ബീച്ച് പാർക്കിൽ കയറാറുള്ളത്. അപ്പം ഈ ഒരു പേരുള്ളതുപോലെ സമുദ്ര ബീച്ച് പാർക്ക്, ബീച്ച് ഫേസ് ചെയ്തൊരു പാർക്ക് ഏരിയ. അപ്പം നമ്മൾ കയറി വരുമ്പോൾ തന്നെ കഥകളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ വള്ളംകളി, ചെണ്ടമേളം, നമ്മുടെ കേരളത്തിൻ്റെ തനത് ആയുർവേദ മർമ്മവും ചികിത്സയും ആ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, പടം വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പുലികളിയുടെ ഒരു പടം നല്ല രീതിയിൽ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗിയായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാർക്കിനകത്ത് മൊത്തം നമ്മുടെ കേരളത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ വരച്ചു വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ട വള്ളംകളി, ചെണ്ടമേളം, പിന്നെ പുലിക്കളി, പിന്നെ നമ്മുടെ ഈ ആയുർവേദ ചികിത്സ കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മൾ അതിൻ്റെ മെയിൻ എൻട്രൻസ്. നമ്മൾ കയറി ചെല്ലുമ്പം കാണുന്നത് രണ്ട് സൈഡിലായിട്ടും കൊടുത്തേക്കുന്നത് മോഹിനിയാട്ടത്തിൻ്റെ ഓരോ ഇതും, പിന്നെ ചാക്യാർ കൂത്തുണ്ട്, പിന്നെ നമുക്ക് തെയ്യം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഒരു മ്യൂറൽ പെയിൻറ്റിങ് പോലെയാണ് അവർ കൊടുത്തേക്കുന്നത്. ഇത് കണ്ടില്ല, കഥകളി. അപ്പം രണ്ട് സൈഡിലും ഉണ്ട്. പിന്നെ ഓരോ വാളിലും അവർ അങ്ങനെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് അവർ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ ട്രഡീഷണൽ സംഭവങ്ങളും അവരത് അവിടെ തന്നെ വരച്ച് കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും വളരെ ഇൻസ്പയറിംഗ് ആയ രീതിയിൽ തന്നെയാണ് അവർ വരച്ച് വെച്ചേക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ ട്രഡീഷണൽ കാര്യങ്ങളും അവിടെ കാണാൻ പറ്റും. ഈ പാർക്കിനകത്ത് ഒരുപാട് പേര് റീൽസ് ഷൂട്ട് ചെയ്യുന്നു, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി നടക്കുന്നു, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ. പിന്നെ പിള്ളേരുതി കളിക്കുന്നു, അങ്ങനെ എല്ലാം ലൈവായിട്ടുള്ളൊരു പാർക്ക് ഏരിയയാണ് നമ്മുടെ സമുദ്ര ബീച്ച് പാർക്ക്. അതിൻ്റെ ഇടയിൽ സൺസെറ്റ് ആകാനും പോകുന്നു.
നല്ല ഭംഗിയുണ്ട് സൺസെറ്റ് രണ്ട് തോണികൾ. നമ്മൾ നേരത്തെ പറഞ്ഞ വെഡ്ഡിങ് പാർട്ടി അവരുടെ ഷൂട്ട് നടക്കുന്നു. പിന്നെ ഒരുപാട് സീരിയൽസിൻ്റെ ഷൂട്ട് നടക്കുന്നു. ബാക്കിൽ കളരിപ്പയറ്റിൻ്റെ ഇത് കാണാം. ഇതിൻ്റെ കളരിപ്പയറ്റിൻ്റെ ഈ പാലത്തിൽ കൂടെ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വഴി കയറിയാൽ നമ്മുടെ കോവളത്തിൻ്റെ അപ്പുറത്തെ ബീച്ചിൽ പോയി ഇറങ്ങാം. അതാണ് ഞാൻ പറഞ്ഞത്, ഈസിയാണ്. തൊട്ടടുത്ത് ഈ സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഇറങ്ങുന്നത് കോവളത്തിൻ്റെ അപ്പുറത്തെ സൈഡിലെ ബീച്ചിലാണ്. നമ്മൾ നീല റിസോർട്ട്സിൻ്റെ ആ ഫ്രണ്ടിലുള്ള ബീച്ചിലാണ് നമ്മൾ പോകുന്നത്. അത് ഇതുവഴി കയറി അപ്പുറത്ത് ഇറങ്ങിയത്. ഇത് നമ്മൾ അവിടെ നിന്ന് കാണുന്ന ആ റിസോർട്ടും സ്പായും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം വളരെ പക്ഷേ അവിടെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കുന്നില്ല കോവളത്തിന് തൊട്ടടുത്ത് കിടക്കുന്നതായിരിക്കണം. അത്രയും ക്രൗഡഡായിട്ടെന്ന് വളരെ സൈലൻ്റ് ആയിട്ടൊരു സ്ഥലമാണ് നമ്മൾ പോയത്. അങ്ങനെ ലാസ്റ്റ് സൂര്യാസ്തമനമൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നേരെ കോവളം ബീച്ചിലേക്ക് വരാനുള്ള പ്ലാനാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ സമുദ്ര ബീച്ച് പാർക്കിൽ നിന്ന് ഇറങ്ങി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മളവിടെ നേരെ ഇനി പോകുന്നത് നമ്മുടെ കോവളത്തുള്ള നമ്മളെ മെയിൻ ബീച്ചിലേക്കാണ്. അപ്പോൾ ഇവരെല്ലാം കാറിലായിരിക്കും, ഞങ്ങൾ നടന്നു പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നടന്ന് തന്നെ പോകും, ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കാറിൽ തന്നെ പോകും. കാരണം എനിക്ക് നടന്നു പോകുന്നതായിരിക്കും നമുക്ക് ആ വഴി അത് കുറച്ചും കൂടെ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കോവളത്തേക്കാണ്. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴത്തേനും അവർ കാറിൽ വന്നു. കാരണം മമ്മിക്കും ചിറ്റയ്ക്കും നടക്കാൻ കാലൊക്കെ ഇതായിട്ട് അവർ കാറിലാണ് വന്നത്. അപ്പോൾ ഞങ്ങളിത് എത്തിയ സമയത്തിന് അവരും എത്തിയിട്ടുണ്ട്. നല്ലൊരു വയലറ്റ് സ്കൈ, നമ്മളങ്ങനെ എപ്പോഴും കാണാത്തൊരു കളറാണ് ഈ സ്കൈയിൽ വയലറ്റ് കളർ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പർപ്പിൾ കളർ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു പാനിപൂരിയും ബേൽപൂരിയും വാങ്ങിച്ചു. അപ്പം ചിറ്റയും ചേട്ടനും രാജേഷനും കൂടെ അങ്ങ് കടലിലെടുത്ത് പോയിട്ട് നമ്മളിത് മേടിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് ഞങ്ങൾ കുറച്ച് കപ്പലണ്ടേക്ക് വാങ്ങി. ഈ മമ്മിയാണ് ഏറ്റവും പ്രധാനം. ഈ കാല് വയ്യാത്തതുകൊണ്ട് എല്ലാവരും സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ വെച്ചാൽ ഭയങ്കര ഒരു ചടങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് നേരെ ബീച്ചിൽ വന്നു. വളരെ അങ്ങനെ ഒരു ഗംഭീരമായൊരു ട്രാവൽ വ്ളോഗൊന്നുമല്ല, ഒരു ചെറിയ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് പരിപാടിയായിരുന്നു മാത്രം ഞങ്ങൾ ഉദ്ദേശിച്ചത്. ലാസ്റ്റ് ഞങ്ങളിത് കടലിൻ്റെ തീരത്ത് വന്ന് ഈ പാനിപൂരിയും നമ്മുടെ ബേൽപൂരിയൊക്കെ കഴിച്ച് കുറച്ച് നേരം കടലിലൊക്കെ കളിച്ച് നല്ലൊരു ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഒരു ഗ്രാൻഡ് ട്രാവൽ വ്ളോഗ് അങ്ങനെയൊന്നുമല്ല. നമ്മൾ കുറച്ച് ഒരു ഫാമിലി ക്വാളിറ്റി ടൈം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ബേൽപൂരിയും പാനിപൂരിയും കഴിച്ചു. കുറച്ച് നേരം നമ്മൾ കടലിൻ്റെ അവിടെ നിന്നു. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇപ്പം നമ്മൾ ഈ വൈകുന്നേര സമയങ്ങളിൽ കോവളം കുറച്ചും കൂടെ ലൈവ്ലിയാണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആരും അങ്ങനെ പേടിച്ച് പോകാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫാമിലീസ് ഒത്തിരി പേര് വരുന്നുണ്ട്. നല്ലൊരു സ്ഥലം തന്നെയാണ് ഈ സമുദ്ര ബീച്ച് പാർക്കും കോവളവും. നമ്മൾ വരുന്ന വഴിക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വരുന്ന വഴിക്ക് അവിടുത്തെ കോവിലൊരു ഉത്സവം പരിപാടി എന്താണ്. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ ഒരു ഹോട്ടലിൽ വന്ന് ഹോട്ടലിൻ്റെ കാര്യം പറയാതിരിക്കുന്ന നല്ലത്. നല്ല ഫുഡായിരുന്നു, പക്ഷേ സർവീസൊക്കെ ഇച്ചിരി മോശം സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും പോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു ഹാപ്പിയായിട്ട്. എല്ലാവരെയും ഇഡ്ഡലി ദോശയൊക്കെ പറഞ്ഞു. എനിക്ക് ഇഡ്ഡലി വന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ ചെറിയ വ്ളോഗ് എന്ന് പറഞ്ഞാൽ. ഫുഡെല്ലാം കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.